പ്രതീക്ഷിച്ചതിലും വളരെ വൈകിയാണ് വിലാപയാത്ര ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ സാധാരണയിൽ നിന്നും മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് 9 മണിയോടുകൂടി ഇവിടെ നിന്ന് DC-യിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലും വിലാപയാത്ര അടുത്തെങ്ങും എത്തിയിട്ടില്ല എന്നതിനാൽ ക്രമീകരണങ്ങളിലും സമയക്രമത്തിലൊക്കെ തന്നെ ഒരു മാറ്റമുണ്ടാകും. എന്തായാലും വലിയ ജനസഞ്ചയം തന്നെ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന അവസാനമായി VS-നെ ഒരു നോക്ക് കാണാനും അഭിവാദ്യം അർപ്പിക്കാനും നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. എന്നോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി കേരള ശ്രീ മുജീബുർ റഹ്മാനുണ്ട്. അദ്ദേഹവും VS-ന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയതാണ്. VS-നെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഈ ഒരു അവസരത്തിൽ? കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കെ തന്നെ കേരളത്തിലെ സിവിൽ പൊളിറ്റിക്സിനെ, പൗര രാഷ്ട്രീയത്തെ കേരളീയ സമൂഹത്തിൽ ശക്തമായി വളർത്തിയെടുക്കുകയും ജനകീയ സമരങ്ങളുടെ നായക സ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ശ്രീ VS. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും, മുഖ്യമന്ത്രിയാണെന്നോ പ്രതിപക്ഷ നേതാവാണെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ധീരമായി കേരളീയ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച വ്യക്തിത്വമാണ് ശ്രീ VS. ഭൂമി, വികസനം, പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീ തുടങ്ങിയുള്ള മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ രാഷ്ട്രീയ ആശയമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിർത്തിയ ഉയർന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ VS. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ സ്ത്രീ പീഡനത്തിനെതിരെയുള്ള, ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള, തലതിരിഞ്ഞ വികസനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാടും ശക്തമായ സമരവിജയത്തിൻ്റെ നായകസ്ഥാനത്തു നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ VS. അദ്ദേഹത്തിൻ്റെ വിടവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വലിയ വിടവാണ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയം ശക്തമാണ് കേരളത്തിൽ. തൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിനും ഫ്രെയിമിനും അകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനതീതമായി കേരളീയ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് ശ്രീ VS. അതുപോലുള്ള വ്യക്തിത്വങ്ങളുടെ അഭാവം തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്, വലിയ വിടവ് തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? എത്രത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജനനായകൻ എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു യഥാർത്ഥത്തിൽ VS. പകരം വെക്കാനില്ലാത്ത ഒരു ജനനേതാവ് എന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല, ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാവുന്ന ഒരു നേതാവായിരുന്നു VS എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ പോലൊരാൾ വിട പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നഷ്ടം അതൊരിക്കലും നികത്താൻ കഴിയില്ല, പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ. കേരളത്തിലെ പൊതുസമൂഹത്തിൽ വളരെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, അതിനനുസരിച്ച് ഒരു ജനബോധത്തെ, ഒരു പൊതുബോധത്തെ സൃഷ്ടിക്കുന്നതിൽ VS വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പരിസ്ഥിതി സമരങ്ങളാകട്ടെ, മനുഷ്യാവകാശ വിഷയങ്ങളാകട്ടെ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളാകട്ടെ, അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്കുവെക്കുകലാകട്ടെ, ഇത്തരം കാര്യങ്ങൾ VS-ന്റെ പ്രതിപക്ഷ നേതാവ് എന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ നിസ്തുലമായ പങ്കുകളുണ്ട്. ആ പങ്ക് ആണ് കേരളത്തിൽ അത് ജനകീയ സമരങ്ങളായി മാറിയത്, അടിസ്ഥാന വർഗത്തിൻ്റെ പലതരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായകരമായത്. തീർച്ചയായും ആ അർത്ഥത്തിൽ കേരളത്തിലെ വലിയൊരു ഒരു സമരചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച, നിർണായകമായ റോൾ വഹിച്ച ഒരു വ്യക്തിത്വമാണ് VS അച്യുതാനന്ദൻ. ആ നിയോഗത്തിന്, അതിന് പകരം വെക്കാൻ ആ അർത്ഥത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹിക പുതിയ അന്തരീക്ഷത്തിൽ, പുതിയ ഒരു ഈ സമയത്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനോടുള്ള വലിയ പിന്തുണ കൂടിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ ആളുകൾ എത്തുന്നതെന്നാണ് നമ്മുടെ ഒരു മനസ്സിലാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ ഇത്തരത്തിൽ ഇവിടെ എത്തുന്നത് വലിയൊരു പുഴയായി ജനസഞ്ചയമായി മാറുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാരണം കൊണ്ടാണ്. അദ്ദേഹം എല്ലാവരുടെയും പ്രത്യാശയും പ്രതീക്ഷയുമായി തുടരുന്നത് കൊണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും